ഇലക്ട്രിക് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാന അപ്ഡേറ്റുകളാണ് കഴിഞ്ഞ വാരത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധ അർഹിക്കേണ്ടതായിട്ടുള്ളത്. ഒന്ന് BYDയുടെ 1 മെഗാവാട്ട് ചാർജിംഗ് ആണ്, അഥവാ 1000 കിലോ വാട്ട് ചാർജിങ്. നോർമലി നമ്മൾ പെട്രോളൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു വണ്ടിക്ക് ഫുൾ ടാങ്കൊക്കെ അടിക്കുകയാണെങ്കിൽ ഒരു 5 മിനിറ്റൊക്കെ എടുക്കൂലേ. അത്ര ടൈം കൊണ്ട് ബാറ്ററി ഫുള്ളാക്കാനും ഏകദേശം അതേ റേഞ്ച് കിട്ടാനൊക്കെ പറ്റുന്ന ടെക്നോളജി BYD വികസിപ്പിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, നമ്മുടെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി 2026 അവസാനമാകുമ്പോഴേക്കൊക്കെ അല്ലെങ്കിൽ 2026 ആകുമ്പോഴേക്കും ഇന്ത്യയിൽ ഈ ഇലക്ട്രിക് വാഹനങ്ങളും അതുപോലെ തന്നെ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വേരിയൻ്റ് വാഹനങ്ങളുണ്ടല്ലോ, ഈ വാഹനങ്ങളും തമ്മിൽ ശരിക്കും ഒരു പ്രീമിയം മാർജിൻ ഉണ്ട് ശരിക്കും. അതായത് ഇപ്പോൾ ടാറ്റയുടെ നെക്സോണിന് 10 ലക്ഷമാണ് അതിൻ്റെ നോർമൽ വേരിയൻറ്റിന് എന്നുണ്ടെങ്കിൽ അതിൻ്റെ EV വേർഷൻ ഒരു 15 ലക്ഷം ഉണ്ടാവും. ഞാൻ എക്സാക്റ്റ് പ്രൈസ് അല്ല പറയുന്നത്, ഏകദേശം ഒരു 50% പ്രീമിയം ഉണ്ടാവും ഈ പ്രൈസിൻ്റെ കാര്യത്തിൽ. ഇതെല്ലാം മാറിയിട്ട് ഏകദേശം ഒരേ പ്രൈസ് റേഞ്ചിലേക്ക് വരും എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളൊന്ന് അവലോകനം ചെയ്യുക. കൂട്ടത്തിൽ ഞാൻ കുറച്ച് കാലമായിട്ട് ഒരു EV യൂസറാണ്. ചില ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും, ഞാൻ BYDയുടെ സീൽ എന്നുള്ള വേരിയൻ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് BYD എന്നുള്ളതിന് എനിക്ക് എൻ്റേതായിട്ടുള്ള റീസൺ ഉണ്ട്, അതുപോലെ EV എന്നുള്ളതിലേക്കുള്ള റീസൺ ഉണ്ട്. ഇനി ഞാൻ EV വാങ്ങോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചിട്ടുള്ള ഉത്തരവുണ്ട്. അപ്പോൾ ഇതൊക്കെ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം. അപ്പോൾ ഇതൊരു എന്താ പറയുക, എനിക്ക് തോന്നുന്നു ഇതൊരു കൊളാബറേറ്റീവ് വീഡിയോ ആക്കുന്നത് നന്നായിരിക്കും. അതായത് EV ഉപയോഗിക്കുന്നവർ ഐസ് എൻജിൻസ് എന്ന് പറയുമല്ലോ, ഐസ് എൻജിൻസ് ഇൻറ്റേർണൽ കമ്പഷൻ എൻജിൻസ്, പെട്രോളോ ഡീസലൊക്കെ ഉപയോഗിക്കുന്ന വണ്ടികൾ. അപ്പോൾ ഈ വണ്ടികൾ ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടേതായ റീസൺസ് ഈ വീഡിയോയിൽ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ പുതുതായിട്ട് വണ്ടി എടുക്കാൻ നിൽക്കുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ വണ്ടിയിലേക്ക് പുതുതായിട്ട് ഇറങ്ങുന്ന ആൾക്കാർ, സ്വിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, ഇവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇനി ഇതെല്ലാം എന്തെങ്കിലും ഹെൽപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതിനും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് BYDയുടെ 1000 കിലോ വാട്ട് ചാർജിങ് എന്നുള്ള ആ കൺസെപ്റ്റ് എന്താണെന്നുള്ളതിലേക്ക് പറയാം. അപ്പോൾ BYD കണ്ടെത്തിയിട്ടുള്ള ഒരു റെവല്യൂഷണറി ടെക്നോളജിയാണ് അത്രേ ഈ 1000 കിലോ വാട്ട് ചാർജിങ് അഥവാ 1 മെഗാവാട്ട് ചാർജിങ് എന്നൊക്കെ പറഞ്ഞാൽ. ഏകദേശം 200 വീടുകളുടെ പീക്ക് എന്താ പറയുക വൈദ്യുതി റിക്വയർമെൻ്റ് ആണ് ഒറ്റ കാറിലേക്ക് 5 മിനിറ്റ് കൊണ്ട് ഫ്ലാഷ് ചാർജിങ് എന്ന് പറഞ്ഞിട്ട് അവർ ചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ റിക്വയർമെൻറ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഒന്ന്, ഇത്രയും ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യുകയാണെങ്കിൽ ഹ്യൂജായിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള ടെർമിനലുകളാണ് ഇത്ര ഈ ചാർജിങ് സ്റ്റേഷൻസിനായിട്ട് വരുന്നത്. രണ്ട്, ബാറ്ററി ടെക്നോളജിക്ക് ഇപ്പോഴുള്ള എക്സിസ്റ്റിംഗ് ബാറ്ററികൾക്ക് ഇത്ര ഫാസ്റ്റ് ആയിട്ടുള്ള ചാർജിങ് ഒന്നും സ്വീകരിക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ ഈ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ നമ്മുടെ നാട്ടിൽ 80 കിലോ വാട്ട് 100 കിലോ വാട്ടിൻ്റെ ഒക്കെ ചാർജറുകൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ടാറ്റയുടെയും മറ്റൊക്കെ വണ്ടിയാണെന്നുണ്ടെങ്കിൽ അത്ര ഫാസ്റ്റായിട്ട് അവർക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല. എനിക്കത് BYDയുടെ വണ്ടിയൊക്കെ 100 കിലോ വാട്ട് 150 കിലോ വാട്ടൊക്കെ സ്പീഡിൽ ചാർജ് ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാ വണ്ടികൾക്കും ഈ ചാർജിങ്ങിൻ്റെ സ്പീഡ് ശരിക്കും വലിയൊരു കൺസേൺ ആണ്. അതായത് ഒരുപാട് സമയം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും, എന്നിട്ട് ഇത്ര റേഞ്ച് ആഡ് ആവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അതിന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ റേഞ്ച് ആങ്സൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമുണ്ട്. ദൂരേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് പിറ്റ് സ്റ്റോപ്പുകളൊക്കെ വേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുള്ള വിഷയമുണ്ട്. ഈ വിഷയമാണ് BYDയുടെ ഈ 1000 കിലോ വാട്ട് ചാർജിങ് വഴി അവർ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ബാറ്ററി പാക്കിൽ മാറ്റം വേണം, അതുപോലെ തന്നെ ചാർജിങ് ടെർമിനൽസിൽ മാറ്റം വേണം. ഇതിന് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ഈ മാറ്റമൊക്കെ വരുത്തുന്ന സമയത്ത് വണ്ടിയുടെ ഇലക്ട്രിക് മോട്ടറിനകത്ത് മാറ്റം വരുത്തുന്നുണ്ട്. ഇങ്ങനെയാണ് അത്ര BYD ഈ റെവല്യൂഷണറി ആയിട്ടുള്ള ടെക്നോളജി അച്ചീവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവർ 4000 ചാർജിങ് സ്റ്റേഷൻസ് ചൈനയിലൊട്ടാകെ ഈ വരുന്ന വർഷത്തിൽ കൊണ്ടുവരുമെന്ന് പറയുന്നു. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എപ്പോൾ വരും എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതിനോട് കോമ്പീറ്റ് ചെയ്യുന്നത് ടെസ്ലയുടെ സൂപ്പർ ചാർജിങ് സ്റ്റേഷൻസ് ആണ്. ശരിക്കും 500 കിലോ വാട്ട് സ്റ്റേഷൻസ് ആണ് ടെസ്ലയുടെ ചാർജിങ് സ്റ്റേഷൻസ്. അപ്പോൾ ടെസ്ലയുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഇരട്ടി സ്പീഡിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BYD ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തു, ഒരുപാട് ദൂരം മുന്നോട്ട് പോയി എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ കൂട്ടി വായിക്കേണ്ടത് എന്തൊക്കെയാണ് നോർമലി ഒരു ഇലക്ട്രിക് കാർ വാങ്ങുന്ന ആൾക്കാരുടെ ആങ്സൈറ്റികൾ എന്നുള്ളതിലേക്ക് വരാം. അപ്പോൾ അവിടെ നമുക്ക് നിതിൻ ഗഡ്കരിയുടെ പ്രസ്താവന എത്രമാത്രം പ്രോമിസിംഗ് ആണ് എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാവും. ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം EV എടുക്കണോ വേണ്ടിയോ തീരുമാനിക്കുന്ന ആൾക്കാരും അതിൻ്റെ കോസ്റ്റ് ഫാക്ടർ നോക്കും. അപ്പോൾ നോർമലി ഒരു 50% പ്രൈസ് കൂടുതലാണ് സാധാ വണ്ടികളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക് വാഹനങ്ങൾ. അത് ഞാൻ നേരത്തെ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ റീസൺ ഒരു കാരണം, അതായത് കോസ്റ്റ് എന്നുള്ളത്. രണ്ടാമത്തേത് ഈ റേഞ്ച് ആങ്സൈറ്റിയാണ്. അപ്പോൾ റേഞ്ച് ആങ്സൈറ്റി എന്നുള്ള പ്രോബ്ലമാണ് ഇപ്പോൾ BYD ഫിക്സ് ചെയ്യുന്നത്. മൂന്നാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് ഇതിൻ്റെ റീസെയിൽ വാല്യൂ അല്ലെങ്കിൽ ഡ്യൂറബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ. കാരണം ബാറ്ററിയാണ്, നമുക്കറിയാം നമ്മുടെ ഫോണുകളിലൊക്കെ ബാറ്ററി ഡീക്കേ ആകും. അപ്പോൾ ആദ്യത്തെ പെർഫോമൻസ് കുറച്ച് കാലം കഴിഞ്ഞാൽ കിട്ടില്ല. ഈ റീസൺ കൊണ്ട് തന്നെ ഈ ബാറ്ററി വാഹനങ്ങൾക്ക് പിന്നീട് വലിയ രീതിയിൽ വിലയിടിച്ചിലുണ്ടാവാറുണ്ട്. അപ്പോൾ റീസെയിൽ മാർക്കറ്റിൽ ഇതിന് തീരെ വില കിട്ടില്ല എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ട്. ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ കാലമായിട്ട് ഈ ശരിക്കും ഇതൊരു കുറേ കൂടിയൊക്കെ ആങ്സൈറ്റി പ്രോബ്ലം എന്ന് കൂടെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നമ്മൾ ഐസ് എൻജിൻസ് എന്ന് പറയുമല്ലോ, പെട്രോൾ ഡീസൽ എൻജിൻസ്, ഇത് നമുക്ക് കുറേ കാലത്തെ ഡാറ്റ ഉണ്ട്. ഇത്തരം വാഹനങ്ങൾ കുറേ കാലമായിട്ട് ലോകത്തുണ്ട്. അപ്പോൾ ഈ വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ 5 ലക്ഷമോ അല്ലെങ്കിൽ 10 ലക്ഷമൊക്കെ കിലോമീറ്റർ വരെ ഓടാനുള്ള കപ്പാസിറ്റി
നല്ല കമ്പനികൾ കിട്ടും, ടൊയോട്ടൊക്കെ ഉണ്ടാവും എന്നൊക്കെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ബാറ്ററിയുടെ കാര്യത്തിൽ അത്രയും കൂടുതൽ ദീർഘകാലത്തെ ഡാറ്റ നമ്മളുടെ അടുത്തില്ല. ഈ ഒരു ഇല്ലാത്തത് കൊണ്ട് തന്നെ ആൾക്കാർ അസ്യൂം ചെയ്യുന്നത് നമ്മുടെ ഫോണിലൊക്കെ ബാറ്ററി ഡീക്ക് ചെയ്യുന്ന പോലെ ഈ ബാറ്ററിയുടെ എഫിഷ്യൻസി പോയേക്കാം. അപ്പോൾ ഇനി ബാറ്ററി റീപ്ലേസ്മെൻറ്റിൻ്റെ ചാർജ് അതുകൊണ്ട് തന്നെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഒരു മോസ്റ്റ് ഓഫ് ദ ടൈം ഒരു കാർ വാങ്ങുന്ന വിലയുടെ 1/3 കൊടുത്താലേ ബാറ്ററി പാക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ അത് ഭയങ്കര കോസ്റ്റ്ലി അഫെയർ ആകും എന്നെല്ലാം ചിന്തിച്ചിട്ട് ആൾക്കാർ ഈ മേഖലയിലേക്ക് വരാതിരിക്കുന്ന ഡിസിഷൻ മേക്കിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇന്ത്യ സ്പെസിഫിക് ആയിട്ടൊരു പ്രോബ്ലം ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ EV കാറുകളുടെ മെക്കാനിക്സിൻ്റെ അവൈലബിലിറ്റി, അല്ലെങ്കിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ എത്രയോ വീഡിയോസ് ഞാൻ അങ്ങനെയെല്ലാം കണ്ടിട്ടുണ്ട്. അതായത് സർവീസ് ഇല്ല, അല്ലെങ്കിൽ വെരി പുവർ ക്വാളിറ്റി ഓഫ് സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇഷ്യൂസ് ഇന്ത്യയിലെ പോപ്പുലർ ആയിട്ടുള്ള വെഹിക്കിൾ മാനുഫാക്ചേഴ്സൊക്കെ അനുഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങളും വരുന്നത്. ഒന്ന് BYDയുടെ എത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള ചാർജിങ്. ഇതെന്തായാലും ഒരു ഇൻഡസ്ട്രി ബെഞ്ച് മാർക്ക് ആവാനുള്ള സാധ്യതയുണ്ട് അധികം വൈകാണ്ട് തന്നെ. ഇപ്പോൾ മെഴ്സിഡീസ് 800 കിലോവാട്ടിൻ്റെ ചാർജർ കൊണ്ടുവരുന്നു എന്ന് പറയുന്നു. ഇനി ഈ ഇൻഡസ്ട്രിയിൽ എന്തായാലും ടെസ്ല ഇപ്പോൾ ഒന്ന് ഒരു ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ അവരെന്തായാലും ടെസ്ലയുടെ സൂപ്പർ ചാർജിങ് നെറ്റ്വർക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള 100 കിലോവാട്ടോ 150 കിലോവാട്ടോ അതിൻ്റെയൊക്കെ 3 ഇരട്ടി 4 ഇരട്ടി ഫാസ്റ്റ് ആയിട്ടുള്ള ചാർജിങ് സ്റ്റേഷൻസ് അധികം വൈകാണ്ട് തന്നെ നമ്മുടെ നാട്ടിലൊക്കെ വരും. ഇത് ഒരു ഹ്യൂജ് ഒരു ഓണ്ടർപ്രണോറിയൽ ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഈ ഫാസ്റ്റ് ചാർജിങ്ങിന് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. ഒരു പ്രൈമറി അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും കുറഞ്ഞ സമയത്തിൽ ഒരു കാർ ചാർജ് ആക്കുക എന്ന് പറയേണ്ടത് ഇപ്പോൾ ഒരു ചാർജിങ് സ്റ്റേഷൻ സെറ്റ് ചെയ്ത ആൾക്ക് അയാൾക്കുള്ള അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ കുറേ കാറുകൾ സർവീസ് ചെയ്യാം. മറ്റേതിപ്പോൾ ഒരു 30 കിലോവാട്ടിൻ്റെ ചാർജർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ BYDയുടെ കാര്യത്തിൽ 80 കിലോവാട്ടോ 85 കിലോവാട്ടോ ആണ് അതിൻ്റെ ബാറ്ററി. അപ്പോൾ അത് ഫുൾ ചാർജ് ആവണം 30 കിലോവാട്ടിൻ്റെ ചാർജർ ആണെന്നുണ്ടെങ്കിൽ 3 മണിക്കൂർ 4 മണിക്കൂർ സമയമെടുക്കും. അതേസമയം ഇപ്പോൾ ഇതുപോലത്തെ ഒരു 500 കിലോവാട്ടിൻ്റെ ചാർജർ, ഇപ്പോൾ ഇത്രയൊന്നും വേണ്ട, ഒരു 500 കിലോവാട്ടിൻ്റെ ചാർജർ വന്നെന്ന് വെക്കാം. അപ്പോൾ എൻ്റെ ബാറ്ററി ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ 10 മിനിറ്റോ 15 മിനിറ്റോ ഒക്കെ മതിയാവും. അപ്പോൾ അത്രയും ഫാസ്റ്റായിട്ട് ഇത് ചാർജ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി വന്നു കഴിഞ്ഞാൽ വെയിറ്റിംഗ് പീരീഡ് കട്ടായില്ലേ, നമുക്ക് കൂടുതൽ വണ്ടികൾ അക്കോമഡേറ്റ് ചെയ്തുകൂടെ. അപ്പോൾ അങ്ങനത്തെ ഒരു ചാർജിങ് സ്റ്റേഷൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് കൂടുതൽ ഇൻസെൻറ്റീവ് ഉണ്ട്. അടുത്ത കാര്യം, ഈ വെയിറ്റ് ചെയ്യുന്ന എൻ്റെ ടൈമും കൂടെ ഉള്ളതിൻ്റെ കൂട്ടത്തിൽ പോകുന്നത്. അപ്പോൾ ഒരു പ്രീമിയം പ്രൈസ് ഇട്ടാൽ പോലും അൾട്രാ ഫാസ്റ്റ് ചാർജിങ് എടുക്കാനുള്ള, അത് സ്വീകരിക്കാനുള്ള ആളുണ്ടാകും എന്നുള്ളതാണ് ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ളൊരു വശം. ഇനി മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, BYDയുടെ ഈ റേഞ്ച് ആങ്സൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ BYD സോൾവ് ചെയ്യുന്നു എന്നൊക്കെ. ഇനി നിതിൻ ഗഡ്കരി സാറുടെ പ്രസ്താവനയുമായിട്ട് ബന്ധപ്പെട്ട് അതിലേക്ക് വരാം. അപ്പോൾ നിതിൻ ഗഡ്കരി സാർ ഇതെങ്ങനെ സോൾവ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുള്ളി ഒരു വഴി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ പ്രൊഡക്ഷനാണ്. ഒന്ന് ഇൻഡിജീനിയസ് ആയിട്ട് ലിഥിയം അയൺ ബാറ്ററികൾ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മെഗാ ഫെസിലിറ്റികൾ, റിലയൻസിൻ്റെ ഫെസിലിറ്റി വരുന്നുണ്ട്, ടാറ്റയുടെ ഫെസിലിറ്റി വരുന്നുണ്ട്, ഒലയുടെ ഫെസിലിറ്റി വരുന്നുണ്ട്, ജിഗാ ഫാക്ടറികൾ എന്ന് പറഞ്ഞിട്ട്. ഈ ജിഗാ ഫാക്ടറി എന്നുള്ള കൺസെപ്റ്റ് ടെസ്ലയാണ് ആദ്യത്തിൽ റെവല്യൂഷനൈസ് ചെയ്തത്. അതായത് വലിയ ബാറ്ററി പാക്കുകൾ നിർമ്മിക്കുന്ന മെഗാ ഫാക്ടറികൾ. അപ്പോൾ ഈ കൺസെപ്റ്റിലേക്ക് ഇപ്പോൾ ഇവരൊക്കെ വരുന്നു, ഇന്ത്യയിലെ മേജർ കമ്പനികളൊക്കെ വരുന്നു. ഒല ഒരു താരതമ്യേന പുതിയ കമ്പനിയാണ്, പക്ഷേ അവരും വലിയ ഇൻഫ്രയൊക്കെ ക്രിയേറ്റ് ചെയ്ത് വരുന്നു. ഇതൊരു ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. 2 ലോവർ GST റേറ്റുകളാണ് അദ്ദേഹം ഈ കാറ്റഗറിയിൽ പറയുന്ന അടുത്തൊരു പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. നിലവിൽ തന്നെ നമ്മൾ മറ്റു വണ്ടികളുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ 28% GST ആണ് പ്രീമിയം വണ്ടികൾക്കൊക്കെ ഉള്ളത്. അതേസമയം ബാറ്ററി വെഹിക്കിൾസിന് അത് 5% ആണ്. അപ്പോൾ ഈ ഒരു മാറ്റം നല്ല പോസിറ്റീവായിട്ടുള്ള മാറ്റമാണ്. അപ്പോൾ അത് ഇനിയും ഒരു പക്ഷേ ഗവൺമെൻറ് ഇപ്പോൾ അത് 0% കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അതും ഈ പ്രൈസ് പെർഫോമൻസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബാറ്ററി ഇന്നൊവേഷനിൽ വരാൻ പോകുന്ന പുതിയ സാധ്യതകളൊക്കെയാണ്. ശരിക്കും കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ നമ്മൾ ക്ലോസ്ലി വാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു കാര്യങ്ങൾ മനസ്സിലാവും. ബാറ്ററി വെഹിക്കിൾസിൻ്റെ കാര്യത്തിൽ റേഞ്ച് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ സീലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 650 കിലോമീറ്റർ റേഞ്ചാണ് കമ്പനി പറയുന്നത്. ഞാനതൊരു ആവറേജ് സ്പീഡിലൊക്കെ ഡ്രൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 550-600 റേഞ്ചൊക്കെ ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള വണ്ടിയാണ്. 5 സെക്കൻഡ് കൊണ്ട് 100 കിലോമീറ്റർ സ്പീഡൊക്കെ അച്ചീവ് ചെയ്യും. അപ്പോൾ നമുക്കൊരു ത്വര ഉണ്ടാവുമല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ EV ഡ്രൈവ് ചെയ്ത് ആ ഒരു ഫണ്ണ് എൻജോയ് ചെയ്തിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പ്രത്യേകിച്ച് ശബ്ദമില്ല, അതുപോലെ വൈബ്രേഷൻസോ മറ്റു കാര്യങ്ങളൊന്നുമില്ല, ഭയങ്കര കാമാണ്. പിന്നെ ഇത് എൻ്റെ വണ്ടി സെഡാൻ ആയതിൻ്റെ കുറേ അഡ്വാൻറ്റേജുകളുണ്ട്. അതെന്ന് വെച്ചാൽ നമുക്ക് ലോങ് റേഞ്ച് യാത്രകൾക്കൊക്കെ ശരിക്കും ഭയങ്കര കംഫർട്ടബിളാണ്. എയറോഡൈനാമിക്സ് ബെറ്ററാണ്, അപ്പോൾ അതുകൊണ്ട് റേഞ്ച് ബെറ്ററാണ്. പിന്നെ എന്താ പറയുക, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ശരിക്കും റോഡിനോട് ചേർന്നിട്ടാണ് ഈ ബാറ്ററി പാക്കൊക്കെ താഴെയാണല്ലോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സ്റ്റെബിലിറ്റി ഫീൽ ചെയ്യും. അതുകൊണ്ട് ഡ്രൈവിങ്ങിന് ഭയങ്കര കോൺഫിഡൻസ് നൽകുന്നുണ്ട്. പിന്നെ കുറേ എയർ ബാഗൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് വണ്ടിൻ്റെ പരസ്യം പറയുന്നതല്ലാത്തതുകൊണ്ട് നമുക്ക് ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. ബട്ട് ദെൻ ഞാൻ EVകൾ ജനറലി പറയുന്നത് ബെറ്റർ ഡ്രൈവർ രസമുള്ള പരിപാടിയാണ്. ശരി, ഗിയർ മാറ്റുന്നൊരു സുഖം ഉണ്ടാവില്ല, കാരണം ഓട്ടോമാറ്റിക് ആണല്ലോ.
അതർ ദാൻ ദാറ്റ് ഭയങ്കര പവർഫുള്ളാണ് ഈ ഡ്രൈവ് ചെയ്യാനും അത് എൻജോയ് ചെയ്യാനൊക്കെ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ നിതിൻ ഗഡ്കരി സാറിൻ്റെ പ്രസ്താവന പ്രോമിസിങ് ആവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടികളുടെ അടുത്ത ഒരു അക്വസിഷൻ ബിഹേവിയർ ആൾക്കാർ എടുക്കാതിരിക്കാനുള്ളൊരു കാരണം എന്ന് പറയുന്ന ഈ വിഷയമുണ്ടല്ലോ, അഥവാ വണ്ടിയുടെ കോസ്റ്റിലുള്ള ഡിഫറൻസ്, ആ ഒരു പ്രീമിയം കൊടുക്കേണ്ടുന്നത്, ആ പ്രീമിയം കുറയുന്നു എന്നുള്ളത്. ഇപ്പോൾ ശരിക്കും നോർമലി അധികം ആൾക്കാരും ഈ ഇലക്ട്രിക് വെഹിക്കിൾ ഇപ്പോൾ എടുക്കുന്ന ആൾക്കാർ കൂടുതൽ ദൂരം ഡെയിലി ഓടുന്ന ആൾക്കാരാണ് അധികം എടുക്കാറുള്ളത്. ഇവിടെ ഈ റേഞ്ച് ആങ്സൈറ്റി എന്നുള്ളത് പലപ്പോഴും ആൾക്കാർ ഊഹത്തിലുണ്ടാക്കുന്ന പ്രശ്നമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും നമ്മൾ ഇപ്പോൾ 650 കിലോമീറ്റർ റേഞ്ചുള്ളൊരു വണ്ടി നമ്മളൊരു ഡെയിലി യൂസിൽ, ഞാൻ സാധാരണഗതിയിൽ 100 കിലോമീറ്റർ 150 കിലോമീറ്ററാണ് എൻ്റെ നോർമൽ റേഞ്ച്. ഞാൻ ഇത് പുറത്തുനിന്ന് ചാർജ് ചെയ്യാറേ ഇല്ല വണ്ടി. ഇപ്പോഴും വീട്ടിൽ ഈ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും വെച്ചിട്ടില്ല. എന്താ വെച്ചാൽ KCBയിൽ പോയിട്ട് എന്തെല്ലാം പേപ്പർ ഉണ്ടാക്കിയിട്ട് വീട് 3 ഫേസ് ആക്കി അങ്ങനെയൊക്കെ ചെയ്തിട്ട് വേണം ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ. അപ്പോൾ ആ ഒരു പണിക്കുള്ള മടി കാരണം ഞാൻ ഇപ്പോഴും ഏകദേശം ഒരു 8 മാസം 9 മാസമായിട്ട് ഉപയോഗിക്കുന്നത് പോർട്ടബിൾ ചാർജറാണ്. ഇപ്പോൾ 2 ചാർജർ തരുന്നുണ്ട് കമ്പനി. അപ്പോൾ ഈ 3 കിലോ വാട്ടിൻ്റെ പോർട്ടബിൾ ചാർജറിൽ തന്നെ നമ്മൾ രാത്രി കുത്തി വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴേക്കും ഒരു 25 to 30% ഒക്കെ ചാർജ് കയറും. പക്ഷേ 0 ആയിട്ടല്ലല്ലോ നമ്മൾ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അധിക ദിവസം എന്താ വെച്ചാൽ വീട്ടിലെത്തി കഴിഞ്ഞാൽ വണ്ടി കുത്തിയിടും. അപ്പോൾ എത്രയാണോ അന്ന് ചിലവായത് അത് ആ ദിവസം തന്നെ കയറും. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് കോഴിക്കോട് പോയി വരണമെന്നുണ്ടെങ്കിൽ അപ്പ് ആൻഡ് ഡൗണിൽ ഏകദേശം 100 കിലോമീറ്റർ ഉണ്ട്. ഈ 100 കിലോമീറ്റർ യാത്ര ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ ആവറേജ് 15% 16% ഒക്കെയാണ് ഒരു നോർമൽ സ്പീഡിൽ ആകെ ടോട്ടൽ വണ്ടിയിൽ നിന്ന് ചിലവാകുള്ളൂ. അത് ആ ദിവസം രാത്രി തന്നെ കുത്തി വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴേക്കും ആ ചാർജ് ഫുൾ ആകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിലായതുകൊണ്ട് ഞാൻ വളരെ റെയറായിട്ട് മാത്രമേ പുറത്തുനിന്ന് ചാർജ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഈ ഫ്യൂവൽ കോസ്റ്റിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹ്യൂജ് സേവിങ്സ് ഉണ്ട്. അത് ഈ എത്ര ആൾക്കാർ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷേ വലിയൊരു ഡിഫറൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷണൽ ഐസ് എൻജിൻസുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി വാഹനങ്ങളുടെ കാര്യത്തിലുണ്ട്. ഈ റേഞ്ച് ആങ്സൈറ്റി എന്നുള്ള പ്രശ്നം കുറേ ആൾക്കാരുടെ മൈൻഡിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു പ്രശ്നം ഇപ്പോൾ പരിഹരിക്കപ്പെടുന്നത് ഈ പറഞ്ഞ പോലെയുള്ള വലിയ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചറുകൾ വരുന്നു, ഫാസ്റ്റ് ആയിട്ടുള്ള ചാർജിങ് വരുന്നു, അതുപോലെ ബാറ്ററി ഇന്നോവേഷൻ വരുന്നു. കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ നമ്മൾ ട്രെൻഡ് ശ്രദ്ധിച്ചാൽ അറിയാം, ഈ വാഹനങ്ങളുടെ വിലയിൽ കാര്യമായിട്ട് കുറച്ചിൽ വരുന്നുണ്ട്. അഥവാ ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ വില കുറഞ്ഞു വരുന്നുണ്ട്, റേഞ്ച് ബെറ്ററായി വരുന്നുണ്ട്, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ആ മേഖലയിൽ ഇന്നോവേറ്റീവായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ അഗൈൻ ഞാൻ BYD ഒരു റെഫറൻസിന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ബാറ്ററിക്ക് അവർ പറയുന്നത് 1,60,000 കിലോമീറ്റർ സ്റ്റാൻഡേർഡ് വാറണ്ടി, 8 വർഷം 1,60,000 കിലോമീറ്റർ. നമുക്കത് 2.5 ലക്ഷം കിലോമീറ്ററിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ആൻഡ് BYDയുടെ ആൾക്കാർ പറയുന്ന 5 ലക്ഷം കിലോമീറ്റർ വരെ ഈ ബാറ്ററിക്ക് വലിയ പ്രശ്നം നിങ്ങൾ പേടിക്കേണ്ട എന്നുള്ള രീതിയിലാണ്. അതായത് ഏകദേശം ഒരു 10 ഇയറിൽ പോലും അത്ര കിലോമീറ്റർ ഒന്നും ഒരാൾ ഓടാൻ ചാൻസ് ഇല്ല കേട്ടോ. 10 ഇയറിൽ ഒരു 2-2.5 ലക്ഷം കിലോമീറ്ററൊക്കെയാണ് ആവറേജ് ഡ്രൈവിംഗ് ഉള്ള ഒരാൾക്ക് ഇതുണ്ടാവുക. അപ്പോൾ 10 വർഷം കഴിയുന്ന സമയത്ത് ബാറ്ററി പാക്കിന് ഇപ്പോൾ ഈ പോകുന്ന നിരക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പെർഫോമൻസ് ഒരുപാട് പ്രൈസ് റിഡക്ഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു 10 കൊല്ലത്തിനകത്ത്. അപ്പോൾ ആ ഓട്ടോമാറ്റിക്കലി ഈ വണ്ടിയുടെ ഡിപ്രീസിയേഷനുമായിട്ട് അത് കണക്ക് കൂട്ടുമ്പോൾ ഈ ബാറ്ററി പാക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഒറ്റയടിക്ക് വണ്ടി ഫ്രഷ് വണ്ടിയായി. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു ഓപ്ഷൻ ശരിക്കും ഈ ഐസ് എൻജിൻസിലില്ല. ഈ ഇലക്ട്രിക് മോട്ടറിൻ്റെ കാര്യത്തിൽ നമ്മൾ വീട്ടിലൊക്കെ കിണറ്റിലുള്ള മോട്ടർ ഉണ്ടല്ലോ, കാര്യമായിട്ടുള്ള വോൾട്ടേജ് ഫ്ലക്ച്വേഷനോ അല്ലെങ്കിൽ അലമ്പുകളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ എത്ര വർഷം വേണമെങ്കിലും അതിങ്ങനെ വർക്ക് ചെയ്യും. അതായത് വെരി ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ വീട്ടിൽ നമ്മുടെ കിണറ്റിലൊക്കെ ഉണ്ടാകുന്ന ഇലക്ട്രിക് മോട്ടറുകൾ. അതേ മോട്ടറാണല്ലോ, ഇലക്ട്രിക് മോട്ടറാണല്ലോ ഇവിടെയും വരുന്നത്. മെയിൻ്റനൻസ് ആക്ച്വലി വളരെ കുറവാണ്. പക്ഷേ ഈ ടെക്നോളജി അത്ര തന്നെ എഫിഷ്യൻ്റ് അല്ലാത്ത ടെക്നോളജി ഉപയോഗിക്കുന്ന കാരണമാണ് ഇന്ത്യയിലുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ മെയിൻ്റനൻസ് ഇഷ്യൂ മറ്റൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് BYD എടുത്തു എന്നുള്ള ഒരു ചോദ്യം ചില ആൾക്കാരെല്ലാം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് സിമ്പിൾ മറുപടി ഇത്രയേ ഉള്ളൂ. അത് ഈവൻ ബെൻസിൻ്റെ വണ്ടിയോ അല്ലെങ്കിൽ BMWയുടെ വണ്ടിയോ ഒക്കെ ഇലക്ട്രിക് കാറ്റഗറിയിൽ അവൈലബിൾ ആയിട്ടും എന്തുകൊണ്ട് എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സിമ്പിൾ റീസൺ ഞാൻ ഒരു തമാശയ്ക്കുള്ള ഒരു എക്സാമ്പിൾ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് നല്ല ബിരിയാണി കഴിക്കാൻ തോന്നിയാൽ നമ്മളൊരു ജനറൽ ഹോട്ടലിൽ പോയിട്ട് ബിരിയാണി കഴിക്കുകയാണോ ചെയ്യുക, അല്ലെങ്കിൽ ബിരിയാണിയിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹോട്ടലിൽ പോയിട്ട് കഴിക്കുകയാണോ ചെയ്യുക എന്നുള്ള ചോദ്യമല്ലേ. ഈ റീസൺ എന്താ വെച്ചാൽ ഇലക്ട്രിക് വാഹനങ്ങൾ മാസീവ് സ്കെയിലിൽ വിറ്റ് ആ മേഖലയിൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കമ്പനികളാണ്. ഒന്ന് ടെസ്ലയും ഒന്ന് BYDയും. അപ്പോൾ ഞാൻ ഈ വണ്ടി എടുക്കുന്ന സമയത്ത് ടെസ്ല ഇന്ത്യയിൽ അവൈലബിൾ ആയിരുന്നില്ല. ടെസ്ല എടുക്കുമായിരുന്നു, നാട്ടിൽ അവൈലബിൾ ആയിരുന്നെങ്കിൽ ടെസ്ല ആയിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ടാവുക. പക്ഷേ അത് അവൈലബിൾ അല്ലാത്തൊരു പോയിന്റിൽ BYD ആണ് എടുത്തത്. അവിടെ ഇനിയിപ്പോൾ ഒരു രസകരമായിട്ടുള്ളൊരു സാധനമുണ്ട്. ഇപ്പോൾ ടെസ്ല ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് ഞാൻ BYD സ്വിച്ച് ചെയ്യുമെന്ന് ചോദിച്ചാൽ ടെസ്ലയുടെ മോഡൽ 3 ആണ് BYDയുടെ സീലുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന വണ്ടി. അപ്പോൾ ടെസ്ലയുടെ മോഡൽ 3 ഞാൻ ദുബായിൽ നിന്നൊക്കെ ഒരുപാട് അതിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അവിടെ ടാക്സി ആയിട്ടൊക്കെ ഈ വണ്ടിയുണ്ട്. അപ്പോൾ ഈ വണ്ടിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വളരെ ചെറിയ വണ്ടിയാണ്, അത്ര ഒരു ഭംഗിയൊന്നും തോന്നില്ല, ഇൻറ്റീരിയർ ഒട്ടും ലുക്കില്ല. അതേസമയത്ത് BYDയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ലുക്കുള്ള വണ്ടികളാണ് BYDയുടെ വണ്ടികൾ. അപ്പോൾ ഈ റീസൺ കൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു
നമ്മളൊരു പ്രീമിയം BYDയുടെ വണ്ടിക്ക് കൊടുക്കും. അത് ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തേത് മോഡൽ 3 തന്നെ 40 ലക്ഷം രൂപയൊക്കെ ഇന്ത്യയിൽ എത്തുന്ന സമയത്ത് വില ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. ടെസ്ലയുടെ എൻട്രി ലെവൽ വെഹിക്കിൾ ഈവൻ ഇനി ഇന്ത്യ ഗവൺമെൻറ് 15% ടാക്സിലേക്ക് അവർക്ക് ഇവിടെ ഇമ്പോർട്ട് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്താൽ പോലും നിലവിൽ അവർക്ക് 40 ലക്ഷമൊക്കെ വില വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 110% ഇമ്പോർട്ട് ഡ്യൂട്ടി അടച്ചിട്ട് വരുന്ന BYD ഉണ്ടല്ലോ, അതിനിപ്പോൾ 50 ലക്ഷം 51 ലക്ഷം രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയ സമയത്തുള്ള വില. ഇപ്പോൾ 55 ലക്ഷം വരെ ആകുമെന്ന് പറയുന്നുണ്ട്. എന്തൊക്കെ മാറ്റമെല്ലാം പ്രൈസിലുണ്ടായിട്ടുണ്ട്. സ്റ്റിൽ ലുക്ക് വൈസും ഫീച്ചർ വൈസും ഒക്കെ BYD ഒരുപാട് മുൻപിലാണ്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് ശരിക്കും ടെസ്ല ഇന്ത്യൻ മാർക്കറ്റിൽ വന്നാലും അത് BYDക്ക് ഒറ്റയടിക്ക് ഒരു മാർക്കറ്റ് വിഷയം ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അധികം വൈകാണ്ട് അത് ഇന്ത്യ ഗവൺമെൻറ് നൽകുന്ന അനുമതികൾ പോലെ ഇരിക്കും. BYDക്ക് ഒരു പക്ഷേ ഇന്ത്യയിൽ ഒരു വലിയ മാർക്കറ്റൊക്കെ അവർ കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മാനുഫാക്ചറിംഗ് ഒക്കെ ഇവിടെ 500 മില്യൺ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇന്ത്യ ഗവൺമെൻറ് 15% ഡ്യൂട്ടിയിൽ ഇമ്പോർട്ട് ചെയ്യാനുള്ള അനുമതി കൊടുക്കും. അങ്ങനെയാണെങ്കിൽ BYDയുടെ ഒരു ഇപ്പോഴുള്ള പ്രൈസ് എന്നൊരു 40% അവരുടെ കാറുകളുടെ പ്രൈസ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടെസ്ലയ്ക്ക് അതൊരു ഹ്യൂജ് കോമ്പറ്റീഷനായിട്ട് മാറും. ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിലൊക്കെ BYD അവർക്ക് വലിയൊരു കോമ്പറ്റീഷനാണ്. അപ്പോൾ ഇന്ത്യയിൽ എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി ഈ ഇലക്ട്രിക് കാറുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ ഇലക്ട്രിക് വാഹനങ്ങളിൽ അധിക വണ്ടികളുടെയും ഡോർ ഹാൻഡിലുകൾ ഉണ്ടല്ലോ, ഇത് അകത്തേക്ക് പോകുന്ന മോഡൽ കാണാം അല്ലേ. അത് BYDയിലുണ്ട്, ടെസ്ലയിലുണ്ട്, അതുപോലെ ഇലക്ട്രിക് വാഹനങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിത് ചുമ്മാ ഈ വീഡിയോക്ക് വേണ്ടി റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഒന്ന് ചുമ്മാ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ അതിൽ കണ്ട ഒരു രസകരമായിട്ടുള്ള കാര്യം എന്താണെന്നറിയോ, ഈ ഡോർ ഹാൻഡിലുകൾ അകത്തേക്ക് പോകുന്ന കാരണം ഒരു വണ്ടിക്ക് റിയലിസ്റ്റിക് ആയിട്ട് ഒരു ഫുൾ റേഞ്ചിൽ ഓടുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഫുൾ ചാർജിൽ ഓടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 5 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്ററിൻ്റെ റേഞ്ച് അധികം കിട്ടുന്നുണ്ട് അത്രേ ഈ ഡോർ ഹാൻഡിലുകൾ പുറത്തേക്ക് നിൽക്കുന്ന വണ്ടികളും അകത്തേക്ക് നിൽക്കുന്ന വണ്ടികളും തമ്മിൽ എന്നുള്ള ഒരു ഡിഫറൻസ് പറയുന്നുണ്ട്. അഥവാ ഈ ഡോർ ഹാൻഡിലുകൾ അകത്തേക്ക് പോകുന്നത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല, ഇതിന് സെക്യൂരിറ്റി റീസൺസ് ഉണ്ട്. ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കള്ളന് വന്നിട്ട് ഈ ഡോർ ഹാൻഡിൽ പെട്ടെന്ന് പൊട്ടിക്കുന്ന ആ ഡിഫറൻസിന് പകരം ഇത് അകത്താണല്ലോ ഉള്ളത്. ഇപ്പോൾ ആരെങ്കിലും നമുക്ക് നേരെ അറ്റാക്കിന് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഡോർ ഇങ്ങോട്ട് വലിച്ചു തുറക്കാനല്ലേ നോക്കുക. പക്ഷേ ഈ ഡോറ് വലിച്ചു തുറക്കാൻ ഡോർ ഹാൻഡിൽ കിട്ടില്ല. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് ഇതിന് സേഫ്റ്റി റീസൺസ് ഉണ്ട്. അതുപോലെ എസ്തെറ്റിക്സിന് ബെറ്ററാണ്, കാണാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ്. അതുപോലെ ഒരു അഡ്വാൻറ്റേജ് പറയുന്നത് എയറോഡൈനാമിക്സ് ഇമ്പ്രൂവ്മെൻ്റ് ആണ്. 5 മുതൽ 10 കിലോമീറ്റർ വരെ അഡീഷണൽ റേഞ്ച് കിട്ടുന്നുണ്ട് അത്ര ഈ ഡോർ ഹാൻഡിലുകൾ അകത്തേക്ക് പോകുന്നത് എന്നുള്ളത് കൊണ്ട്. ഇതിൻ്റെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ജനറലി മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കുറവാണ്. ഇലക്ട്രിക് വാഹനങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂവിങ് പാർട്സ് വളരെ കുറവാണ്. മൂവിങ് പാർട്സ് കുറവായതുകൊണ്ട് തന്നെ ഇതിൻ്റെ എന്താ പറയുക മെയിൻ്റനൻസ് കോസ്റ്റ് കുറവായിരിക്കും. ഇനി ഭാവിയിൽ ഒരു ബാറ്ററി റീപ്ലേസ്മെൻറ്റ് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ, ഇപ്പോൾ ഈ ബാറ്ററി ടെക്നോളജിയൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ കോസ്റ്റ് നല്ലോണം ഡ്രോപ്പ് ആയിട്ട് വരുന്നുണ്ട്. ബട്ട് ദെൻ എന്താ പറയുക, ഈവൻ ഇനി ആ ഒരു സിനാരിയോ ആണെന്നുണ്ടെങ്കിൽ പോലും ഈ കോസ്റ്റ് ഡ്രോപ്പ് നമുക്ക് അവിടെ ഒരു മേജർ റീസണായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് ഓട്ടോ ഒക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇന്ന് EV എടുക്കുന്നത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗോളാണ്. അയാൾക്കത് നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ ഞാൻ EV എടുത്തതിന് ശേഷം ഇനി വേറെ ഏതെങ്കിലും വണ്ടി എടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ EVയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. മറ്റു വണ്ടികൾ എടുത്തേക്കാം, ബട്ട് ദെൻ നല്ല EVകൾ ഓഫർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ BYDയുടെ ആൾക്കാരോട് തന്നെ അവരുടെ ഇപ്പോൾ സീലിയൺ എന്ന് പറഞ്ഞിട്ടൊരു വേരിയൻറ്റ് വന്നു. അത് ഈ സീലിൽ നിന്ന് ഒരുപാടൊന്നും ഡിഫറൻസ് അല്ലാത്തതുകൊണ്ട് അതിലേക്ക് സ്വിച്ച് ചെയ്യണം എന്നുള്ള താല്പര്യമില്ല. പക്ഷേ ഡിഫൻഡറിൻ്റെ ഒക്കെ ലുക്കുള്ള നല്ല അടിപൊളിയായിട്ടുള്ള BYDയുടെ EV വാഹനങ്ങളൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത്തരം വണ്ടികൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിലേക്ക് സ്വിച്ച് ചെയ്യാൻ ഞാൻ ശ്രമിക്കും. അതായത് EV തന്നെ മതി, അല്ലാതെ EV എടുത്ത ആൾക്കാരൊന്നും പിന്നെ അതിലേക്ക് തിരിച്ചു വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് EVൻ്റെ ഡ്രൈവിംഗ് കംഫേർട്ട് എൻജോയ് ചെയ്തിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. അതന്നെ നമ്മൾ ഹൈ ക്വാളിറ്റി വാഹനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവായിട്ടുള്ള സാധനമാണ്. ഇതിൻ്റെ അർത്ഥം ഒരുപാട് ടെക്നോളജി ട്രാൻസ്ഫോർമേഷൻസ് വേറെ നടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഹൈഡ്രജൻ ഫ്യൂൽ സെൽ കാറുകൾ അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റ് ബാറ്ററികൾ എന്ന് പറഞ്ഞിട്ടുള്ള ടൊയോട്ടയുടെ ഇന്നോവേഷൻസ് ഇതൊക്കെ വരുന്ന നാളുകളിൽ ഈ മേഖലയിലേക്ക് വരുന്നുണ്ട്. പക്ഷേ അത് ഇതിൻ്റെ സോഴ്സ് ഓഫ് അതായത് ഇലക്ട്രിസിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ഫ്യൂൽ സെൽ എന്നാണോ അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റ് ബാറ്ററി എന്നാണോ, ലൈക്ക് അങ്ങനത്തെ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എന്താണ് ഇലക്ട്രിക് മോട്ടറാണ്. ആ സാധനങ്ങളൊക്കെ സെയിം ആണ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇവിടെ ഒരു കോമ്പറ്റീഷൻ വരുന്നത് ഇലക്ട്രിക് വാഹനങ്ങൾ, അതിൽ ബാറ്ററി ഇലക്ട്രിക് വാഹനങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഹൈഡ്രജൻ ഫ്യൂൽ സെൽ വാഹനങ്ങൾ ഉണ്ടാകും. അങ്ങനത്തെ കാറ്റഗറൈസേഷൻ ഉണ്ട്. അതല്ലാണ്ട് ഐസ് എൻജിൻസ് എന്ന് പറയുന്ന കാറ്റഗറിയാണ്. അഥവാ ഇൻറ്റേർണൽ കമ്പഷൻ എൻജിൻസ്. അത് പെട്രോളോ ഡീസൽ എന്താണോ അത് കൊടുത്തിട്ട് അത് കത്തിച്ചിട്ട് അതിനെ ഫ്യൂലാക്കി മാറ്റിയിട്ട് ആ എനർജിയിൽ പോകുന്ന വണ്ടികൾ. ഇതിൻ്റെ എനർജി കൺവേർഷൻ റേഷ്യോ ശരിക്കും വളരെ കുറവാണ്. ഇവിടെ ഈ EV വാഹനങ്ങൾ, ബാറ്ററി EV വാഹനങ്ങളുടെ എനർജി കൺവേർഷൻ റേഷ്യോ 90% ഒക്കെയാണ്. അപ്പോൾ അത് വളരെ ബെറ്ററാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്യൂച്ചർ എന്താണ് ഇതിൻ്റെ ഫ്യൂച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം ക്ലിയർ ആണ്. ഐസ് എൻജിൻസിനെ
വലിയ രീതിയിൽ കോമ്പീറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഈ ഇലക്ട്രിക് വാഹനങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ ഫ്യൂവലിൽ നിലവിൽ ബാറ്ററി ഇലക്ട്രിക് വാഹനങ്ങൾ വളരെ പ്രോമിസിംഗ് ആണ്. ഇതിൻ്റെ ചാർജിങ് നെറ്റ്വർക്കുകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വളരെ വൈഡായിട്ട് വരികയാണ്. അതുപോലെ ഇത്രയും ഫാസ്റ്റ് ചാർജിങ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ വാഹനങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നതിൽ വരുന്ന പ്രധാനപ്പെട്ട റേഞ്ച് ആങ്സൈറ്റി എന്നുള്ളൊരു പ്രോബ്ലം അതിപ്പോൾ വലിയ രീതിയിൽ സോൾവ് ചെയ്യാൻ BYDയുടെ ഒരു സൊല്യൂഷൻ വരെ ഉണ്ടായിട്ടുണ്ട്. പെട്രോൾ അടിക്കുന്ന സ്പീഡിൽ ഇത് ചാർജ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ ഇതിൻ്റെ ക്രിട്ടിക്കൽ കമ്പണൻസ് ഇപ്പോൾ ഈവൻ ബാറ്ററി പാക്ക് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചാർജുകൾ കുറയാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ നടപടികൾ ഗവൺമെൻറ് തന്നെ കൊണ്ടുവരുമെന്നുള്ള രീതിയിൽ ഉള്ള പ്രസ്താവനകൾ കാണുന്നുണ്ട്. റീസെയിൽ വാല്യൂമായി ബന്ധപ്പെട്ടിട്ട് ഒരു കൺസേൺ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. അത് ഈവൻ ബാറ്ററി പാക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചിലവിനെക്കുറിച്ച് ആലോചിച്ചിട്ടാണ്. പക്ഷേ ആ കൺസേണുകളും അധികം വൈകാതെ തന്നെ ബാറ്ററി പാക്കുകളുടെയൊക്കെ ടെക്നോളജിയിൽ വരുന്ന ഇന്നോവേഷൻസ് ഉണ്ട്. അതിൻ്റെ DK റേറ്റ് നോർമലി നമ്മൾ ഫോണും മറ്റൊക്കെ ഉപയോഗിച്ച പരിചയത്തിൽ നമുക്ക് അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മൈൻഡിലുണ്ടാവും. പക്ഷേ അങ്ങനെ ഫാസ്റ്റ് സ്വിച്ചിങ് നല്ല കാറുകളിൽ വരുന്നില്ല. ഞാൻ നല്ലതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അങ്ങനെ അല്ലാത്ത ഒറ്റപ്പെട്ട കേസുകളല്ല, നമ്മൾ ഇതിനെ എക്സെപ്ഷൻസ് ആർ നോട്ട് എക്സാമ്പിൾസ് എന്ന് പറയുമല്ലോ. അതുപോലെ ഏതെങ്കിലും ഒരു വിഷയത്തിലല്ല, ജനറലി നോക്കുകയാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കുകയാണെങ്കിൽ ഇന്ന് ഇലക്ട്രിക് വാഹനങ്ങൾ എടുക്കുന്നത് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഡിസിഷൻ ആയിട്ട് വരെ നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഇനി ഇതിൽ എതിരഭിപ്രായങ്ങളുള്ളവരുണ്ടാകും, ഞാൻ മാത്രമാണ് ശരിയെന്ന് പറയുന്നില്ല. ഈ മേഖലയിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റുകളിൽ പങ്കുവെക്കാൻ കഴിയുമെങ്കിൽ അത് മറ്റുള്ളവർക്ക് വളരെ നല്ലൊരു ഹെൽപ്പായിരിക്കും.